താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം സ്ത്രീകളുടെ അവകാശങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവയിലടക്കം ഗുരുതരമായ അടിച്ചമർത്തലുകളിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ ഇന്റർനെറ്റ് നിരോധിച്ചതാണ് ഒടുവിലത്തെ സംഭവം. സെപ്റ്റംബർ 29 ആരംഭിച്ച ഈ ബ്ലാക്ക് ഔട്ട് 2 ദിവസത്തിനകം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും അഫ്ഗാൻ ജനതയുടെ ജീവിതത്തെ അത് വളരെ ആഴത്തിൽ തന്നെ ബാധിച്ചിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ. 43 മില്യൺ ജനങ്ങൾ ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇതാദ്യമായാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത്. സെപ്റ്റംബർ ആദ്യം മുതൽ തന്നെ ഇന്റർനെറ്റ് വിച്ഛേദിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. കേബിളുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്ന പേരിൽ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റും നിരോധിച്ചു. പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു രാജ്യത്ത്. അധാർമികത തടയാനാണ് നടപടിയെന്നായിരുന്നു താലിബാന്റെ വാദം. ഇന്റർനെറ്റ് ഇല്ലാതെ എങ്ങനെയായിരുന്നു അഫ്ഗാൻ ജനതയുടെ ജീവിതം? നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രാജ്യവ്യാപകമായ ഈ ബ്ലാക്ക് ഔട്ടിന് മുന്നോടിയായി ആഴ്ചകളോളം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു താലിബാൻ. പല പ്രവിശ്യകളിലും ഇന്റർനെറ്റ് വേഗത കുറച്ചും ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വിച്ഛേദിച്ചും പിന്നീട് അതിവേഗ കണക്ഷനുകൾ പൂർണ്ണമായി വിച്ഛേദിക്കുകയുമായിരുന്നു. അധാർമികത തടയുന്നതിനായി താലിബാൻ നേതാവ് ഹിബത്തുള്ള അഖുൻസാദയാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കാൻ ഉത്തരവിറക്കിയത്. തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സാധാരണ നിലയുടെ 14% താഴ്ന്നതായും രാജ്യവ്യാപകമായി ടെലികോം സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പൊതുജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുമെന്ന് വിമർശനങ്ങൾ ഉയർന്നു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഷട്ട്ഡൌൺ തുടരുമെന്നായിരുന്നു താലിബാന്റെ അറിയിപ്പ്. 8000 മുതൽ 9000 വരെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുമെന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ AFPയോട് പറയുകയുണ്ടായി. എല്ലാ മൊബൈൽ ഫോണുകളിലും 3G 4G ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കാൻ ഒരാഴ്ചത്തെ സമയപരിധിയാണ് നിശ്ചയിച്ചിരുന്നത്. 2G മൊബൈൽ നെറ്റ്വർക്ക് മാത്രമായിരുന്നു അവിടെ അവശേഷിക്കുന്നത്. ഇന്റർനെറ്റിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ടെലിഫോൺ സേവനങ്ങളും തടസ്സപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 16 ബാൽഖ് പ്രവിശ്യയിൽ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് നിരോധിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് കന്ദഹാർ, ഉറുസ്ദാൻ, ഹെർമൻ, നിമ്രോസ്, ബാൽഖ് തുടങ്ങിയ പ്രവിശ്യകളിലേക്ക് ഇത് വ്യാപിപ്പിച്ചു. താലിബാൻ സ്പോക്ക് പേഴ്സൺ സബിഹുള്ള മുജാഹിദ് കേബിൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് ബ്ലാക്ക് ഔട്ട് റിപ്പോർട്ടുകൾ നിഷേധിച്ചെങ്കിലും അനൈതികതയും പോണോഗ്രഫിയും തടയാനാണ് നടപടിയെന്ന് ഔദ്യോഗികമായി പറഞ്ഞു. ഈ നടപടി താലിബാന്റെ സദാചാര നിയമങ്ങളുടെ ഭാഗമായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ജോലി, യാത്ര, പെരുമാറ്റം എന്നിവയടക്കം നിയന്ത്രിച്ചതുപോലെ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സാധ്യതകളും ഇല്ലാതാക്കുകയായിരുന്നു. ജനജീവിതത്തെ ഗുരുതരമായി തന്നെ ബാധിച്ചിരുന്നു ഈ അവസ്ഥ. ബാങ്കിംഗ് സിസ്റ്റങ്ങൾ പൂർണ്ണമായി നിലച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാത്തൊരവസ്ഥ. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിനും മരുന്നിനും പണം കിട്ടാത്ത അവസ്ഥയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സ്ത്രീകൾക്കായുള്ള ഹാൻഡിക്രാഫ്റ്റ് വിൽപ്പന സൈറ്റായ അസീൽ അടക്കമുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായി പ്രവർത്തനരഹിതമായി. സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാൻ ഈ പ്ലാറ്റ്ഫോം വഴി സാധിക്കുമായിരുന്നു. ബിസിനസ്സുകൾ അടച്ചു, ഓൺലൈൻ ജോലികൾ നിന്നു. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ മാത്രം ലക്ഷക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. താലിബാന്റെ ഭരണകൂട ഓഫീസുകളും ബാങ്കിംഗ്, ട്രേഡ് എന്നിവയും തടസ്സപ്പെട്ടിരുന്നു. അഫ്ഗാനിൽ ഗുരുതര സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്നുവെന്ന് UN മുന്നറിയിപ്പ് നൽകി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ട് വലയുന്ന രാജ്യത്ത് ഇന്റർനെറ്റ് നിരോധനം അനാവശ്യമായ ഒരു സംഭവമാണെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ പ്രതികരിച്ചു. 2021 മുതൽ പൊതുവിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകളായിരുന്നു ഏക പ്രതീക്ഷ. 6ാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുകയാണ് താലിബാൻ. ഓൺലൈൻ ക്ലാസുകൾക്കായി എടുത്ത അക്കൗണ്ടുകൾ ഫ്രീസായ നിലയിലായിരുന്നു. വിദേശത്തുള്ള അധ്യാപകരോ ജീവകാരുണ്യ സംഘടനകളോ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകൾ വഴി വിദ്യാഭ്യാസം നേടാനുള്ള അവസരവും നഷ്ടമായിരുന്നു. വിദേശത്തുള്ള പൗരന്മാർക്ക് അവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. സിഗ്നലുകൾ കിട്ടാൻ അഫ്ഗാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വരുമാനം നേടുന്നവർക്കും ഇത് തിരിച്ചടിയായി. അഫ്ഗാൻ TV നെറ്റ്വർക്കുകളുടെ ഓൺലൈൻ സ്ട്രീമുകൾ നിന്നു. ജേർണലിസ്റ്റുകൾക്ക് പ്രവർത്തനം അസാധ്യമായിരുന്നു ഇവിടെ. അസോസിയേറ്റഡ് പ്രസ്, AFP അടക്കമുള്ള വാർത്താ ഏജൻസികൾ കാബൂളിലെ തങ്ങളുടെ ബ്യൂറോകളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നും അറിയിച്ചിരുന്നു. വാട്സാപ്പ് വഴിയും ടെക്സ്റ്റ് മെസ്സേജ് വഴിയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാസ്പോർട്ട്, രജിസ്ട്രേഷൻ ഓഫീസുകൾ, കസ്റ്റംസ്, ബാങ്കുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം സ്തംഭനാവസ്ഥയിലായി. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ അഫ്ഗാനിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ വളരെ ദുർബലമായിരുന്നു. രാജ്യത്തിന്റെ 47% ജനസംഖ്യ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. നിലവിലെ ടെലികോം ഷട്ട്ഡൌൺ അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കിയേക്കാം. ഇതൊരു മാനുഷിക ദുരന്തത്തിലേക്കുള്ള പോക്കാണെന്നും UN വിരൽ ചൂണ്ടി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് നടപടി താലിബാൻ പിൻവലിച്ചത്. എന്തിനാണ് സേവനങ്ങൾ നിർത്തിവെച്ചതെന്ന് താലിബാൻ സർക്കാർ ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല.
പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയിൽ ഇന്റർനെറ്റ് ടെലികോം സേവന നിരോധനം അഫ്ഗാനിസ്ഥാനിൽ പിൻവലിച്ചതോടെ തെരുവിലിറങ്ങിയ ആഘോഷത്തിലാണ് അഫ്ഗാൻ ജനത. താലിബാൻ പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്ത് ഭാഗികമായി കണക്ടിവിറ്റി പുനഃസ്ഥാപിച്ചതായി ഇന്റർനെറ്റ് നിരീക്ഷണ സ്ഥാപനമായ നെറ്റ് ബ്ലോക്സും സ്ഥിരീകരിച്ചു. നിരോധനം പിൻവലിച്ചതോടെ ബുധനാഴ്ച വൈകുന്നേരം കാബൂളിലെ തെരുവുകളിൽ നിരവധി പേർ ഒത്തുകൂടി ആഘോഷങ്ങൾ നടത്തുകയായിരുന്നു.